نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനവും അതിനോടനുബന്ധമായി വളരെ സന്തോഷത്തോടു കൂടി കുടുംബസമേതം പുത്തനുടുപ്പുമണിഞ്ഞ് നമുക്ക് ഇന്നിവിടെ സമ്മേളിക്കാനും ഈദ്ഗാഹ് ഒരുക്കാനും അതിൽ ഭാഗവാക്കാകാനും സാധിച്ചുവെന്നത് വളരെയധികം അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലൊരു ഒത്തുകൂടലിന് യാതൊരു സാഹചര്യവുമില്ലാതെ ജീവിക്കുന്ന നിരവധി വിശ്വാസികൾ, അവർക്ക് വീടില്ല, കുടുംബമില്ല, ഏതു സന്ദർഭത്തിലും എല്ലാ അർത്ഥത്തിലും വളരെ പ്രയാസത്തിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായ അവസ്ഥകളാണ് പല പ്രദേശങ്ങളിലും ഈ സത്യവിശ്വാസത്തിൻ്റെ വക്താക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിൽ വലിയ പ്രയാസങ്ങളില്ലാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി നമ്മളുടെ ആരാധനാകർമ്മങ്ങൾ കൃത്യമായി നിർവഹിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമായി നമ്മൾ ഈ നാടിനെയും ഈ നാട്ടിൽ ജീവിക്കാൻ ലഭിച്ച അവസരത്തെയും ആ അർത്ഥത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയേണ്ടതാണ്. അള്ളാഹു ഏകനാണ്, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ, അവനോടല്ലാതെ മറ്റൊരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കരുത്, വിളിച്ചു തേടരുത് എന്ന് പഠിപ്പിക്കുന്ന അടിസ്ഥാനമായി പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഈ ആദർശവും വിശ്വാസവും ഉറക്കെ പ്രഖ്യാപിക്കുകയും അത് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ നമ്മെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വളരെ സന്തോഷകരമായ ഹൃദ്യമായ അനുഭവമാണ് പെരുന്നാളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. അല്ലാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടിയും മനുഷ്യൻ തലകുനിക്കേണ്ടതില്ലാത്ത, മനുഷ്യൻ മറ്റൊന്നിൻ്റെ മുമ്പിലും താഴ്ന്നു പോകേണ്ടതില്ലാത്ത, പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലെ വക്താക്കൾ ഒരുപാട് മരിച്ചുപോയ മഹാന്മാരെയും ശവകുടീരങ്ങളെയും പ്രാർത്ഥിക്കുകയും അവരോട് സഹായം തേടുകയും ചെയ്യുന്ന വളരെ പതിതമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. എല്ലാ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കിയിരിക്കുന്നത് പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ന് പഠിപ്പിക്കുന്ന വളരെ വിശാലമായ മനുഷ്യ സാഹോദര്യത്തിൻ്റെ മതമാണ് വിശുദ്ധ ഇസ്ലാം. ഈ മതത്തിൽ ഒരു കാരണവശാലും തീവ്രവാദമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർഗീയതയോ ഈ മതവിശ്വാസികൾക്ക് പരിചയമുള്ളതല്ല. മറ്റേത് മതവിശ്വാസികളെക്കാൾ കൂടുതൽ മതേതരത്വവും അന്യമത
സ്നേഹവും വെച്ചു പുലർത്തുന്ന ഒരു സമുദായമാണ് മുസ്ലിങ്ങൾ എന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. നാം ജീവിക്കുന്ന ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ജില്ല കേരളത്തിലെന്നല്ല എവിടെയും മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും കേളികേട്ട ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. നമുക്കാർക്കും ഈ നാട്ടിലെ ഏതെങ്കിലും അന്യമത വിശ്വാസം ഉൾക്കൊള്ളുന്ന ഹൈന്ദവ സഹോദരന്മാരോടോ ക്രൈസ്തവ സഹോദരന്മാരോടോ മതമില്ലാത്തവരോടോ ആരോടെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും ഒരു വിദ്വേഷമോ പകയോ മറ്റൊന്നും മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കാത്തവണ്ണം, അതൊരിക്കലും ആലോചിക്കാൻ സാധിക്കാത്തവണ്ണം വളർത്തപ്പെട്ട പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായത്തിലെ അംഗമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വർഗീയതയുടെ ലാഞ്ചന ഈ വിശ്വാസികളുടെ, ഇസ്ലാം മത വിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ മനസ്സിലേക്ക് ഒരിക്കലും കയറി വരില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് മേൽ എല്ലാ അർത്ഥത്തിലുള്ള ചാപ്പകുത്തലുകളും ലോകത്ത് നാനാഭാഗങ്ങളിലും ഇസ്ലാമോഫോബിയയുടെ മറവിൽ നടത്തപ്പെടുന്നു. ഇന്ത്യ രാജ്യത്തും നാം ജീവിക്കുന്ന പ്രദേശങ്ങളിലുമൊക്കെ മനുഷ്യരെ പരസ്പരം അകറ്റുവാനും മനുഷ്യരെ പരസ്പരം വെറുക്കുവാനും പ്രേരിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ധാരാളമായി ആൾബലം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം. അടുത്ത തലമുറ ഏതൊരു രീതിയിലേക്ക് മാറിപ്പോകും എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ തലമുറയെ നമുക്കറിയാം. നമുക്ക് പരിചയമുള്ള നമ്മുടെ വാപ്പമാരുടെയും വല്ലിപ്പമാരുടെയും ഒക്കെ തലമുറ അതേറ്റവും ഹൃദ്യമായ മതേതരത്വത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പങ്കുവെക്കലുകളും നിലനിന്നിരുന്ന ഒരു തലമുറയായിരുന്നു. നമ്മുടെ തലമുറ എത്തിയപ്പോഴേക്കും നേരിട്ട് പച്ചയായി വർഗീയത പറയാൻ, യാതൊരു അറപ്പുമില്ലാതെ വർഗീയത പറയാൻ സാധിക്കുന്ന വിധാനത്തിലേക്ക് പല വർഗീയവാദികളും കയറി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇനി നമ്മളുടെ മക്കളുടെയും പേരമക്കളുടെയും കാലഘട്ടം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കാൻ സാധിക്കാത്തവണ്ണം ഭീകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ. എന്തിനെപ്പറ്റിയും അത് വർഗീയമായി മാത്രം ചിന്തിക്കുകയും വംശീയമായും മതപരമായും തന്നെ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്ന ഒരു സാഹചര്യം നമുക്ക് ചുറ്റും കാണാൻ കഴിയും. ഈ അടുത്ത് ഇന്നലെയും മിനിയാന്നും ഇന്നുമൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ, ആ സിനിമയുടെ വെട്ടലും തട്ടലുമെല്ലാം ആയിക്കൊണ്ട് അതിൻ്റെയൊക്കെ പിന്നിലുള്ള സംഗതികൾ എന്താണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത 100% മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ നിർമ്മിച്ച് പുറത്തിറക്കിയ ഒരു സിനിമ, അതും ഇസ്ലാം മതത്തിൻ്റെയും വർഗീയതയുടെയും ജിഹാദിൻ്റെയും ജിഹാദികളുടെയും ഒക്കെ ഭാഗമായി മാറ്റപ്പെടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഒരു ലോകവുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നാം എപ്പോഴും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നീക്കവും ഉണ്ടാകാതെ നാം എന്തുകൊണ്ടും വിവേകത്തോടു കൂടി വളരെയധികം മാന്യമായി നിലനിൽക്കുകയും മാന്യമായി ജീവിക്കുകയും ചെയ്യേണ്ടവരാണ്. വിശ്വാസികളെ, മുസ്ലിങ്ങൾ അഥവാ ഇസ്ലാം മത വിശ്വാസികൾക്ക് ആശങ്ക ജനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാടിൽ നിയമമായിക്കൊണ്ടും നിയമമല്ലാതെയും കടന്നു വരുന്നു എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. വഖഫ് നിയമത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ മുസ്ലിങ്ങൾ അവരുടെ പൂർവ്വപിതാക്കളും അവരും അവരുടെ പരലോക മോക്ഷത്തിനു വേണ്ടി വഖഫ് ചെയ്ത ഭൂമികൾ, ആ ഭൂമികൾ തട്ടിയെടുക്കാനുള്ള പലതരം നിയമവും തട്ടിയെടുക്കാനുള്ള ശ്രമവും നമ്മുടെ ഔദ്യോഗികമായി രാജ്യത്തിൻ്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് അവരുടെ ആരാധനാലയങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ നിയമപരമായ അവകാശവും നിലനിൽക്കെ തന്നെ അതിനെതിരിൽ നിയമം നിർമ്മിക്കപ്പെടുകയും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരുടേതുമാക്കി രാജ്യത്തെ ഇന്ത്യ രാജ്യത്തെ
ധാരാളക്കണക്കിനുള്ള വഖഫ് സ്വത്തുക്കൾ മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഉതകുന്ന രീതിയിലുള്ള നിയമനിർമ്മാണത്തിലേക്ക് നമ്മുടെ നിയമനിർമ്മാണ സഭകളും രാജ്യത്തെ ഭരണാധികാരികളും നീങ്ങുന്ന വളരെ ദുഃഖകരമായ ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ സംബാൽ മസ്ജിദ് പോലെയുള്ള മസ്ജിദുകളിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. വളരെ സമാധാനപരമായി ആർക്കും പ്രശ്നങ്ങളില്ലാതെ ആരാധനകൾ നടത്തിപ്പോകുന്ന പള്ളികൾ, അതിനടിയിൽ വല്ല ക്ഷേത്രത്തിൻ്റെ അംശമുണ്ടോ, വല്ല വിഗ്രഹത്തിൻ്റെയും ഭാഗമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിക്കുന്നതിന് വിരോധമില്ല എന്ന അലംഭാവം നിറഞ്ഞ നിയമങ്ങളും വിധികളും പുറപ്പെടുവിക്കുന്ന നമ്മുടെ ന്യായാധിപന്മാർ, ആ ന്യായാധിപന്മാരിൽ നിന്നുണ്ടാകുന്ന ഇത്തരം വിധികൾ അത് ഉണ്ടാക്കി തീർക്കുന്ന ദൂരവ്യാപകമായ പ്രശ്നങ്ങളെപ്പറ്റി ഒട്ടും ആലോചിക്കാത്തത് പോലെയാണ് പലപ്പോഴും നമുക്ക് തോന്നുന്നത്. മുസ്ലിങ്ങൾ പൈതൃകമായി, കാലാന്തരമായി, നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയം നിർമ്മിച്ചു, അത് പരിപാലിച്ചു മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും വർഗീയതയുടെ അംശമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വിരോധമില്ല എന്ന് പറയുകയും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ മതവിശ്വാസികൾ പരസ്പരം പോരടിക്കേണ്ടി വരുന്ന, അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഇങ്ങനെ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ധാരാളമാണ്. കാലം ഒരുപാട് മാറിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പകാലവും ഇപ്പോഴെത്തിയിരിക്കുന്ന കാലവും ഇനി വരാനുള്ള കാലവും നമ്മൾ ആലോചിക്കുമ്പോൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഈമാൻ മനസ്സിൽ അതിശക്തമായി രൂഢമൂലമാക്കിക്കൊണ്ട് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ വക്താക്കളായിക്കൊണ്ട് നാം ജീവിക്കുകയും നമ്മുടെ മതപരമായ ആദർശപരമായ ഐഡന്റിറ്റി അത് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ലോക ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങൾ അവർ കൂടുതൽ വിശ്വാസികളായി മാറുകയും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരികയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വിധാനത്തിലേക്ക് നാം വരേണ്ടതുണ്ട്. എന്തുതന്നെയായാലും നമുക്ക് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. മനുഷ്യന് തൻ്റെ അടിമക്ക് അള്ളാഹു പോരെ എന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹു മതി, ഞങ്ങൾക്ക് അള്ളാഹു മതി, അള്ളാഹു മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളെ കൂടെയുള്ളൂ എന്ന ഒരു തലത്തിലേക്ക് മനുഷ്യന്റെ, മുസ്ലിങ്ങളുടെ, വിശ്വാസികളുടെ മനസ്സ് മാറിപ്പോകുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് വിശ്വാസത്തിലെ അടിയുറച്ചു നിൽക്കുകയും വിശ്വാസത്തിൻ്റെ തനിമ മനസ്സിലാക്കുകയും മറ്റേത് വിശ്വാസത്തെക്കാളും മറ്റേതിനേക്കാളും ഉയർന്ന നാളേക്ക് കൂടി ഉപകരിക്കുന്ന വിശ്വാസത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനനുസൃതമായി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് നാം ചുരുങ്ങിയ കാലത്ത് ഈ ലോകത്ത് ജീവിക്കുന്ന ഈ കാലം ധന്യമായ രീതിയിൽ വളരെയധികം സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയാൽ നാളെ വരാനുള്ള ഏറ്റവും വലിയ നിധിയായി നമുക്ക് ലഭിക്കാനുള്ളത് സ്വർഗമാണ് എന്ന ബോധവും നമ്മെ എല്ലാ അർത്ഥത്തിലും പ്രചോദിപ്പിക്കേണ്ടതുണ്ട്. സ്വർഗത്തിലേക്കുള്ള ഒരു യാത്ര എന്ന് മാത്രമേ ഈ ലോകത്തെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു അനുവദിച്ചതൊക്കെ നമുക്ക് ആസ്വദിക്കുകയും അള്ളാഹു അനുവദിച്ചതെല്ലാം നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവെ മറക്കാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവെ മറക്കാതെ അള്ളാഹുവെ ഓർത്തുകൊണ്ട് അവനിലേക്ക് മടങ്ങേണ്ടവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ നിനക്കുള്ളവനാണ്, നിന്നിലേക്ക് മടങ്ങുന്നവരാണ് ഞങ്ങൾ എന്ന ബോധത്തോടുകൂടി നാം നമ്മുടെ നിമിഷങ്ങൾ, ജീവിതങ്ങൾ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്, അതിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ യുവതലമുറയുടെ കാര്യം ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ചും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായി. അതിൽ പലതും നമ്മളാരും ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ഭാവനയിൽ പോലും ആലോചിക്കുകയോ ചെയ്യാത്ത രീതിയിലുള്ള
പ്രവർത്തനങ്ങളാണ് ലഹരിയും മദ്യവും നമ്മുടെ മക്കളുടെ മനസ്സിൽ ചെലുത്തിയിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം സ്വന്തം തിരിച്ചറിയൽ മസ്തിഷ്കത്തിലെ തലച്ചോറിലെ തിരിച്ചറിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മസ്തിഷ്കത്തിൻ്റെ ഭാഗത്തെ അതിന് ശേഷിയില്ലാത്ത രീതിയിൽ മാറ്റിമറിക്കുമ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ ഉമ്മയെപ്പറ്റി ഇതെൻ്റെ ഉമ്മയാണ്, ഭാര്യയെപ്പറ്റി ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഉപ്പയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ്, പെങ്ങളാണ്, ആങ്ങളയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മസ്തിഷ്കത്തിൽ ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ അവിടെ സജീവമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത് ഉമ്മയാണ് എന്ന് മനസ്സിലാകുന്നത്. ഭാര്യയോട് പെരുമാറുന്നത് പോലെ ഉമ്മയോട് പെരുമാറാതിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറിലുള്ള ആ ഭാഗത്തിൻ്റെ പ്രവർത്തനമാണ്. അതാണ് അള്ളാഹു നിശ്ചയിച്ചത്, അങ്ങനെയാണ്. എന്നാൽ ആ ഭാഗത്തെയാണ് ലഹരി മരുന്നുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. MDMA പോലെയുള്ള രാസലഹരികൾ ബാധിക്കുന്നത് ആ ഭാഗത്തെയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറി വരുമ്പോൾ ഇതെൻ്റെ ഉമ്മയാണോ എന്ന് ഉമ്മയെ നോക്കുമ്പോൾ ഇതെൻ്റെ ഭാര്യയാണെന്ന് തോന്നാം. ഈ മക്കളെ നോക്കുമ്പോൾ ഇത് ഏതോ ഒരു അന്യ സ്ത്രീയാണെന്ന് തോന്നാം. ആ തോന്നൽ പലപ്പോഴും അവരുമായി പല വേണ്ടാവൃത്തികളിലേക്കും മക്കളെ നയിക്കുന്ന അവസ്ഥ. പല അമ്മമാർക്കും അത്തരം ദുരവസ്ഥകൾ ഉണ്ടായത് അവർ തന്നെ പോലീസിലും അതുപോലെ തന്നെ അവർ തന്നെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ അപകടമായി നമ്മൾ ഭൗതികമായി നമ്മൾ കാണേണ്ടത്. തിരിച്ചറിയൽ എന്ന ഭാഗത്തെ അത് നശിപ്പിച്ച് കളയുന്നു. അതോടെ വാപ്പയും ഉമ്മയും മകളും മകളും എല്ലാം ഒരുപോലെയായി മാറും. ഭാര്യ ഉമ്മയായി തോന്നും. ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ ഭാര്യയോട് തൻ്റെ ഉമ്മയോട് കാണിക്കുന്നത് പോലുള്ള വാത്സല്യവും മറ്റുമൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഭാര്യ തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്താപ്പത്, ഇങ്ങനെ എന്തു പറ്റി? തൻ്റെ ഭാര്യയോട് ഉമ്മയോട് കാണിക്കുന്ന രീതിയിലുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കുക. എന്നാൽ ഉമ്മയോടോ ഭാര്യയോട് കാണിക്കുന്ന എല്ലാവിധ ചേഷ്ടകളും ഉമ്മയോടും പെങ്ങന്മാരോടും പെൺമക്കളോടും കാണിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ തലച്ചോറിനെ മാറ്റിമറിക്കുന്ന ഈ രാസ ലഹരിയെ നാം എന്തർത്ഥത്തിലും നമ്മളുടെ മക്കളിലേക്ക് കയറി വരുന്നുണ്ടോ എന്ന്, നമ്മളുടെ ചെറുപ്പക്കാരിലേക്ക് കയറി വരുന്നുണ്ടോ എന്ന്, മക്കളിലേക്ക് കയറി വരുന്നുണ്ടോ എന്ന് മാതാപിതാക്കളും നാട്ടിലെവിടെയെങ്കിലും ഉണ്ടോ എന്ന് നാട്ടിലുള്ളവരും രാജ്യ നിവാസികളും ഏറ്റവും അധികം അപകടകരമായ രീതിയിൽ നമ്മളതിനെ ജാഗ്രതയോടുകൂടി നോക്കിക്കണ്ടിട്ടില്ലെങ്കിൽ വരും തലമുറയിൽ യാതൊരു വിധവും ഒരു നിലക്കും എന്താണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കാത്ത രീതിയിലേക്ക് മറഞ്ഞു പോകും. പല മക്കൾക്കും സ്വന്തം പിതാക്കളിൽ നിന്നുള്ള മക്കൾ ജനിക്കുന്ന, അതല്ലെങ്കിൽ പല ഉമ്മമാരിലും തൻ്റെ മക്കളുടെ സ്വന്തം മക്കളുടെ പുത്രന്മാരെ ജനിക്കുന്ന ആ അർത്ഥത്തിലേക്ക് എല്ലാം ലൈംഗിക വൈകൃതത്തിലേക്കാണ് എല്ലാം എത്തി നിൽക്കുന്നത്, അവിടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയായി ഈ ലഹരിയെ സംബന്ധിച്ച് ആ ഒരു ജാഗ്രത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാവരും അതിനെപ്പറ്റി ബോധവാന്മാരാണ്. മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും ബോധവാന്മാരാണ്. നാട് മുഴുവൻ ബോധമായി കഴിഞ്ഞു. ഇനിയും നമുക്ക് കൂട്ടായ ശ്രമങ്ങൾ ഈ ലഹരിയെപ്പറ്റിയുള്ള ബോധ്യമുണ്ടാക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. പല സംഘടനകളും നമ്മളുടെ ഈദ്ഗാഹുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ മുസ്ലിങ്ങൾ സ്വന്തം പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ലഹരിയുമായി മുന്നോട്ട് പോവുകയില്ല എന്ന് ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം എന്ന് പോലും ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ലഹരി വ്യക്തിയെയും കുടുംബത്തെയും അതുപോലെ തന്നെ രാജ്യത്തിനും വമ്പിച്ച നാശമാണ്. അതുപോലെ തന്നെ എല്ലാ ലഹരികളും പൈശാചിക പ്രവൃത്തികളാണ് എന്ന് നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരിയും മദ്യവുമെന്ന്.
നമ്മൾ ആലോചിച്ചു നോക്കുക. കൊലപാതകങ്ങൾ, വ്യഭിചാരങ്ങൾ, മറ്റ് എന്തൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെല്ലാം ഗുണ്ടായിസങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി, അതിൻ്റെയൊക്കെ പ്രേരകമായി നിൽക്കുന്നത്, അതൊക്കെ ചെയ്യാൻ മനുഷ്യന് ധൈര്യം നൽകുന്നത് അവൻ ലഹരി ഉപയോഗിക്കുമ്പോഴാണ്. ലഹരി ഉപയോഗിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു മൃഗീയമായ ധൈര്യം അവനിൽ വരികയും, അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ എല്ലാ തിന്മകളുടെയും മാതാവായിക്കൊണ്ട് ലഹരി വിലസുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് നാം പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും എന്നൊരു പ്രതിജ്ഞ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. എൻ്റെ കുടുംബത്തിൽ ആരും ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉപയോഗിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുകയില്ല എന്ന് ഓരോ യുവാക്കളും ഓരോ മക്കളും പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ഉപയോഗിക്കുന്നവരുമായുള്ള ചങ്ങാത്തമാണ് വാസ്തവത്തിൽ വളരെയധികം അപകടകരമായിരിക്കുന്നത് നമ്മുടെ സൗഹൃദങ്ങളാണ്. പ്രത്യേകിച്ചും ചെറുപ്രായങ്ങളിലുള്ള സൗഹൃദങ്ങൾക്ക് കുടുംബ ബന്ധങ്ങളെക്കാൾ വലിയ ശക്തിയാണ് എന്നാണ് ശാസ്ത്രീയമായ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെക്കാൾ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് പ്രിയപ്പെട്ടവർ അവരുടെ ചങ്ങാതിമാരായിരിക്കും. അതുകൊണ്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. മോശം കൂട്ടുകെട്ട് അത് പാടില്ല. അത് മാത്രമല്ല, അത് നമ്മൾ ജാഗ്രതയോടുകൂടി നോക്കി നിൽക്കണം. യുവാക്കളായ എല്ലാവരും തന്നെ ഇത്തരം ലഹരി അടങ്ങുന്നവരുമായുള്ള യാതൊരു ചങ്ങാത്തവും കൂടുകയില്ല എന്ന് തീരുമാനിക്കേണ്ടതിൽ നിന്ന്, ലഹരിയിൽ നിന്ന് യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്തുകൊണ്ടും കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് ഓരോരുത്തരും പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. എങ്കിലേ നമുക്ക് നല്ല ഒരു ഭാവി, നല്ല ഒരു തലമുറ നമുക്കിവിടെ വളർന്നു വരികയുള്ളൂ. ഈ ബോധവൽക്കരണത്തിന് എന്തായാലും ഫലമുണ്ടാകും. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം നമുക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. അന്ന് എല്ലാവർക്കും പുകവലിക്കുന്നതൊരു ഫാഷനായിരുന്നു. നാട്ടിലെവിടെയും പുകവലിക്കാനുള്ള അവസരങ്ങളും, അതുപോലെ ഇന്നൊക്കെ കുട്ടികളോട് പറഞ്ഞാൽ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകും. കല്യാണങ്ങളിലെല്ലാം എല്ലാവർക്കും സിഗരറ്റും ബീഡിയുമൊക്കെ വിതരണം ചെയ്തിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ. കല്യാണത്തിൽ പോയിട്ടാണ് പല കുട്ടികളും ആ കാലഘട്ടങ്ങളിലൊക്കെ പുകവലിക്കാൻ പഠിച്ചിരുന്നത്. അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ചെറുപ്പത്തിൽ തന്നെ പുകവലിക്കാൻ, അതിന് നമ്മുടെ കല്യാണങ്ങളിലൊക്കെ അത് മിഠായി വിതരണം ചെയ്യുന്നത് പോലെ സിഗരറ്റ് വിതരണം ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം അതിനെതിരിൽ വളരെയധികം ഈ പുകവലിക്കെതിരെയുള്ള ആ ബോധവൽക്കരണം നിരന്തരമായി പല സ്ഥലങ്ങളിലും പുകവലി ആരോഗ്യത്തിന് ഹാനികരം, ദോഷകരം എന്ന് എഴുതിയും പറഞ്ഞും പഠിപ്പിച്ച് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ആ പുകവലി എന്നുള്ളത് അതൊരു ഫാഷൻ അല്ലാതെയായി മാറി. അത് ആൾക്കാർ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇനി പണ്ടത്തേതിലേക്ക് മടങ്ങി വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഫാഷൻ എന്നത് പണ്ടത്തേതിലേക്ക് ഇങ്ങനെ മടങ്ങി വരുന്ന അവസ്ഥയാണ്. വസ്ത്രധാരണം എടുത്തു നോക്കിയാലും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വലിയ ഫാഷനായിരുന്ന ബെൽ ബോട്ടം പാൻറ് അതിപ്പോൾ വീണ്ടും മടങ്ങി വന്നിട്ടുണ്ട്. അന്നൊക്കെ അതൊരു വലിയ ഫാഷനായി നടന്നിരുന്നു. ഇന്നതാ വീണ്ടും ഓരോന്ന് മടങ്ങി വരും. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും ഈ ബോധവൽക്കരണത്തിന് വലിയ ഫലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജാഗ്രതയും ബോധവൽക്കരണവും പ്രതിജ്ഞയും വിജ്ഞാന സദസ്സുകളും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും എല്ലാം മഹല്ലുകളും വ്യക്തികളും കുടുംബങ്ങളും ധാരാളമായി നടത്തിക്കൊണ്ട് നാം ആ കാര്യത്തെ ശരിയായ അർത്ഥത്തിൽ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിൽ നാം ശ്രദ്ധിക്കുക. കുടുംബ ബന്ധങ്ങൾ നാം വളരെയധികം കാത്തു സൂക്ഷിക്കണം. കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും വളരെയധികം പ്രശ്നകലുഷിതമായി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കിടയിൽ ഒരുപാട് സ്വാധീനിക്കപ്പെട്ട പല ചിന്തകളുമുണ്ട്. ഈ ലിബറലിസം എന്നത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ അത് സ്വാധീനിച്ചിരിക്കുന്നത് പെൺകുട്ടികളിലാണ്. വിവാഹം എന്നത് അതൊരു തടസ്സമാണ്, അത് സ്വതന്ത്രമായ ജീവിതത്തിന് യോജിച്ചതല്ല എന്നുള്ള നിരന്തരമായ മീഡിയകളുടെ പ്രചാരണത്തിൽ ഏറ്റവും അധികം അകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളാണ്. അതുകൊണ്ട് വിവാഹത്തെപ്പറ്റി അവർക്കുള്ള കാഴ്ചപ്പാട്, സങ്കല്പം അത് വളരെ മോശമായി മാറിയിരിക്കുകയാണ്. അതിന്
അതിനാക്കം കൂട്ടുന്ന രീതിയിലായിരിക്കും പലപ്പോഴും തൻ്റെ വീട്ടിലെ കുടുംബാവസ്ഥ. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, ഉമ്മയും വാപ്പയും തമ്മിൽ നിരന്തരം ശണ്ട കൂടി നിൽക്കുന്നത് കാണാൻ വിധിക്കപ്പെട്ട ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കല്യാണമേ വേണ്ട. ഈ കല്യാണം എന്ന പരിപാടി ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ ഉമ്മയും ഉപ്പയും ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടുന്നത് എന്ന് തോന്നുന്ന വിധാനത്തിലേക്ക് പെൺകുട്ടികൾ എത്തിയിട്ടുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മുടെ വീട്ടിൽ കുടുംബ ബന്ധം വളരെ നന്നാക്കേണ്ടതുണ്ട്. വളരെ ഊഷ്മളമായ, വളരെ ഹൃദ്യമായ, സന്തോഷകരമായ രൂപത്തിൽ ഓരോ വീടും അതിൻ്റെ കളിയരങ്ങായി മാറേണ്ടതുണ്ട്. സന്തോഷം കളിയാടുന്ന കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകണം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും മക്കളുടെ മുമ്പിൽ അത് പ്രദർശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് കാണാൻ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് അനുഭവം ഉണ്ടാകരുത്. അതൊക്കെ അവരെ വളരെയധികം ദുസ്വാധീനിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ കുടുംബം നന്നാക്കണം, വീട്ടിലെ പെരുമാറ്റങ്ങൾ നന്നാക്കണം. വീട്ടിൽ പരസ്പരം പേര് വിളിക്കുന്നത്, ചീത്ത വിളിക്കുന്നത്, ഇതൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നന്നാക്കി കൊണ്ടുവന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് വലിയ നേട്ടമുണ്ടാക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരു മാതൃകാപരമായ മാനസികമായ ഒരു മാറ്റത്തിന് നമ്മൾ ഉണ്ടാകണം. പുതിയ ഷർട്ടും പുതിയ പാൻസും സാരിയും ബ്ലൗസും ചെരുപ്പും ഒക്കെ അണിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഈദ്ഗാഹിലെത്തുമ്പോൾ, പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ മനസ്സ്, അതോടൊപ്പം ഒരു പുതിയ മനസ്സ് ഈ റമദാനിന് ശേഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയും നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന പോരായ്മകളും വൈകല്യങ്ങളും ഒക്കെ തീർത്ത് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകണം എന്ന ചിന്തയും അതിന് പ്രായോഗികമായ നടപടികളും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് നാം പ്രത്യേകമായി ഓർക്കുക. നമ്മളുടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ഡ്രസ് കോഡ് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഫാഷൻ അനുസരിച്ച് മാറുകയാണ്. പക്ഷെ അവിടെയൊക്കെ മതത്തിൻ്റെ വിലക്കുകളും വേലിക്കെട്ടുകളും കൃത്യമായി നാം പാലിക്കേണ്ടതുണ്ട്. തലമറക്കുക എന്ന ഒരു സ്വഭാവം തന്നെ നമ്മുടെ പെൺമക്കളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ഉമ്മമാർ ശ്രദ്ധിക്കണം, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ആ കാര്യം ശ്രദ്ധിക്കണം. പുരുഷന്മാർ, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പണ്ടത്തെ ഫാഷൻ മടങ്ങി വരികയാണ്. നമുക്ക് പാൻസൊക്കെ പീടികളിൽ നിന്ന് വാങ്ങുമ്പോൾ അവനവൻ്റെ കാലിനനുസരിച്ചത് ചെറുതാക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകിക്കൊണ്ടാണ് കിട്ടുക. ഇപ്പോൾ അതുകൊണ്ട് മാറ്റിയിട്ട് അതൊന്നുമില്ലാതെ തന്നെ പാൻറ് നിലത്തും അതിനതേ രീതിയിൽ ഒരു മാറ്റമില്ലാതെ ആകെ ആ അർത്ഥത്തിലേക്ക് ആൺകുട്ടികളുടെ പാൻസ് പോലത്തൊക്കെ നീങ്ങുന്നുണ്ട്. ഒക്കെ ശ്രദ്ധിക്കണം. മതത്തിൻ്റെ അതിർവരമ്പുകൾ നമ്മൾ തീർച്ചയായും പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൃദ്യമായ രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ നമ്മെ പഠിപ്പിക്കണം. നമ്മൾ എന്തുകൊണ്ടും മറക്കാൻ പാടില്ലാത്തതാണ് ഫലസ്തീനെ സംബന്ധിച്ച്. മ്യാൻമറിലുണ്ടായ ഭൂകമ്പവും അത് ഒരു പ്രകൃതി ദുരന്തമായി നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഫലസ്തീനിൽ നടക്കുന്നത് അത് പ്രകൃതി ദുരന്തമല്ല. അത് വൻ രാഷ്ട്രങ്ങൾ വംശീയമായി തുടച്ചു നീക്കുകയാണ്. ഈ വംശീയമായ തുടച്ചു നീക്കലിൻ്റെ ഭാഗമാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുക എന്നത്. ഇനി മറ്റൊരു കുട്ടിക്ക് ജന്മം നൽകാൻ ഒരു സ്ത്രീക്ക് സാധിക്കരുത് എന്നുള്ള നിലക്ക്, അതുപോലെ തന്നെ യുവാക്കളായി വന്ന് അവരുടെ കരങ്ങൾ തങ്ങൾക്കെതിരിൽ ഉയരരുത് എന്നതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളെയും ഇത്രയധികം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവം, ഒരു യുദ്ധം നമ്മളെ അടുത്ത കാലങ്ങളിലൊന്നും ലോകത്തെവിടെയും അരങ്ങേറിയിട്ടില്ല എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആ അർത്ഥത്തിൽ ഫലസ്തീനിൽ നിന്ന് ആ നാട്ടുകാരെ മുഴുവൻ വംശീയമായി ഇല്ലാതെയാക്കാൻ വൻ രാഷ്ട്രങ്ങൾ നടത്തുന്ന അതിക്രൂരമായ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീൻ അവിടെ മാറിയിട്ട് ആ ഗസയിലൂടെ അവർക്ക് സൂയസ് കനാലിന് സമാന്തരമായ ഒരു കനാല് അതിനവർ കാണുന്നത് ഗസയാണ്. ആ ഗസയുടെ മാറിലൂടെ ആ കനാല് ഉണ്ടായിക്കഴിഞ്ഞാൽ യൂറോപ്പും
മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിന് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന്. അതുകൊണ്ടാണ് അവർ ഗസയിലുള്ളവർ ആഫ്രിക്കയിൽ ഞങ്ങൾ സ്ഥലം തരാം, അവിടെ പോയി താമസിച്ചോട്ടെ എന്നൊക്കെ പറയുന്നത്. ആ നാട് അവർക്ക് ഒഴിഞ്ഞു കിട്ടണം. അത് മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ ആ നാട്ടിലെ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും, മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, ധാരാളം ക്രിസ്ത്യാനികളും ജീവിക്കുന്ന മണ്ണാണ് ഫലസ്തീൻ. ആ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ആളുകളെ മുഴുവൻ തുടച്ചു മാറ്റി ഇല്ലാതെയാക്കി നാട് വെട്ടിപ്പിടിക്കാനുള്ള വൻ രാഷ്ട്രങ്ങളുടെ കുതന്ത്രമാണ് ഇത്രയധികം ജീവഹാനി വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി പറയാനും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ശക്തമായ രീതിയിൽ ചെറുക്കാനുമുള്ള കഴിവ് ലോകത്ത് മറ്റു രാഷ്ട്രങ്ങൾക്ക് ഇല്ലാതെ പോയിരിക്കുകയാണ്. അള്ളാഹുവോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരിഹാരമായി ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൂ. എല്ലാവരും ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി, ഫലസ്തീനിൻ്റെ മോചനത്തിന് വേണ്ടി, ഫലസ്തീനിൽ ഒരു നല്ല നാളെ നല്ലൊരു പുലരി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും സന്തോഷവും അതുപോലെ ആഹ്ലാദവും സമാധാനവും കളിയാടുന്ന ദിവസങ്ങൾ നമുക്ക് മുമ്പിൽ അവൻ ഇനിയും തുറന്നു നൽകട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അസാബൻ നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പള്ളിയുടെ പിരിവ് പ്രധാനമായും ലഭിക്കുന്ന ഇത് 2 പെരുന്നാൾ ദിവസങ്ങളിലാണ്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം